2026 ദേശീയ സെൻസസ് ഇന്ന് ആരംഭിക്കുകയാണ്. 2011 ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് ദേശീയ സെൻസസ് നടന്നത്. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് കോവിഡാനന്തര കാലഘട്ടം ആയതുകൊണ്ടും മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടും നടക്കുകയുണ്ടായില്ല. ഇപ്പോൾ നടക്കുന്ന സെൻസസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ന് ജൂലൈ 1-ാം തീയതി ആരംഭിക്കുന്ന 1-ാം ഘട്ട സെൻസസ് ഭവന സെൻസസാണ്. ഓരോ വീടിൻ്റെയും പ്രത്യേകതകൾ, ഓരോ വീടും ഏത് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതിൻ്റെ റൂഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ തറ എങ്ങനെയാണ്, കോൺക്രീറ്റ് ആണോ ടൈൽസ് ആണോ, അല്ലെങ്കിൽ ഓരോ വീട്ടിലും ഉപയോഗിക്കുന്ന പാചകവാതകം ഏതാണ്, TV, ഫ്രിഡ്ജ്, ഇതുപോലുള്ള കാര്യങ്ങളുടെ കണക്കെടുപ്പ്, അതുപോലെ ഓരോ വീട്ടിലും എത്ര വാഹനങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വീടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്ന സെൻസസിലുള്ളത്. ഈ വിവരങ്ങൾ നമുക്ക് വേണമെങ്കിൽ സെൽഫായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്യാത്തവർക്കായി ഇന്നു മുതൽ എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകളിലെത്തും. എന്യൂമറേറ്റർമാർ വരുമ്പോൾ വീട് അടഞ്ഞു കിടന്നാൽ വീണ്ടും അവർ ഒരു പ്രാവശ്യം കൂടെ വരും. 2-ാം തവണയും അടഞ്ഞു കിടന്നാൽ ആ വീട് ആളില്ലാത്ത വീടായി കണക്കാക്കപ്പെടും. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്യൂമറേറ്റർമാർ വരുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയണം. ഏതെങ്കിലും കാരണവശാൽ തെറ്റായ മറുപടി പറയുകയോ അല്ലെങ്കിൽ മറുപടി പറയാനെ കൊണ്ട് വിസമ്മതിക്കുകയോ ചെയ്താലോ, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കപ്പെടും. ഇനി 2-ാം ഘട്ട സെൻസസ് ഫെബ്രുവരിയിലാണ് ആരംഭിക്കുന്നത്. അത് വ്യക്തിഗത സെൻസസാണ്. ഓരോ ആളുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും കളക്ട് ചെയ്യുന്നത് ഫെബ്രുവരി മുതലാണ്. സെൻസസ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. ഈ പ്രക്രിയയിൽ നമ്മളെല്ലാവരും സഹകരിച്ച് യഥാർത്ഥ ഡീറ്റെയിൽസ് കൊടുക്കണം.